മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ നടപടി. ചികിത്സാപ്പിഴവിൽ കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്കെതിരെ കേസെടുത്തു. ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ തുണിക്കുടുങ്ങിയ വാർത്ത പുറം ലോകത്ത് എത്തിച്ചത് മാതൃഭൂമി ന്യൂസ് ആയിരുന്നു. തുടർന്ന് ഈ വാർത്ത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഗൗരവതരമായ പിഴവ് ഉണ്ടായി എന്നത് അപ്പോൾ തന്നെ വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CSI മിഷൻ ആശുപത്രിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നിയമ നടപടികളിലേക്ക് കടക്കുകയാണ്. മാതൃഭൂമി ന്യൂസ് വാർത്ത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ ചികിത്സാ പിഴവിൽ കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ശസ്ത്രക്രിയക്കിടയിൽ രോഗിയുടെ വയറ്റിൽ തുണി കുടുങ്ങി. ആ സംഭവം വലിയ ഗൗരവതരമായ പിഴവാണ്, വീഴ്ചയാണ് എന്നത് വ്യക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. അമൽ, CSI മിഷൻ ആശുപത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇനി എങ്ങനെയായും തുടർ നടപടികൾ, കേസ് ഉൾപ്പെടെ എന്തൊക്കെ നടപടികളും ഇടപെടലുമാണ് ഈ വാർത്ത പുറം ലോകത്തെ മാതൃഭൂമി ന്യൂസ് അറിയിച്ചതിന് പിന്നാലെ വരുന്നത്? നിരീക്ഷ, അത്യന്തം ഗുരുതരമായൊരു വീഴ്ചയാണ് CSI മിഷൻ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അവിടെ ഉദരസംബന്ധമായ ഒരു അസുഖത്തിന് ചികിത്സ തേടിയെത്തിയ ഷീബ എന്ന് പറയുന്ന ആൾക്ക് ശസ്ത്രക്രിയ നടത്തി കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ മുറിവ് ഉണങ്ങിയിരുന്നില്ല. മുറിവിൽ നിന്നും പഴുപ്പ് പുറത്തേക്ക് വരുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ശക്തമായ വയറുവേദനയും ഇവർക്ക് വന്നു. അതേ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവർ മുറിവ് വൃത്തിയാക്കി മടക്കി അയക്കുന്നതല്ലാതെ മറ്റെന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷമാണ് വഞ്ചൂരുള്ള ഗോവിന്ദൻസ് എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയുള്ള ചികിത്സയിലാണ് ആദ്യ കുറേ ദിവസങ്ങളിൽ ഇങ്ങനെ കടന്നുപോയി. അതിനുശേഷം പിന്നീട് മറ്റൊരു ഡോക്ടറെ കൂടി കണ്ടു. അങ്ങനെ 3 ഡോക്ടർമാരുടെ അടുത്താണ് ചികിത്സ തേടിയത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ പേട്ടയിലുള്ള ഒരു ഡോക്ടറുടെ അടുത്തെത്തുമ്പോഴാണ് വയറ്റിൽ ഒരു തുണി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പിന്നാലെ വീണ്ടും CSI മിഷൻ ആശുപത്രിയിലേക്ക് പോകാനായിരുന്നു നിർദ്ദേശം. അങ്ങനെ മിഷൻ ആശുപത്രിയിൽ എത്തി ശസ്ത്രക്രിയ നടത്തി ഈ തുണി പുറത്തെടുത്തു. ആ തുണിയുടെ വലിപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും. ആ ബ്ലർ ചെയ്തൊരു ദൃശ്യം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇങ്ങനെ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ബ്ലർ ചെയ്യാതെ ആ ദൃശ്യം ഞാനൊന്ന് കണ്ടതാണ്. എത്രത്തോളം ഭീകരമാണ് ആ ദൃശ്യമെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തിൽ നിന്നും ഒരു മുറിവിൽ നിന്നും തുണി പുറത്തേക്ക് വലിച്ചെടുക്കുന്ന ഒരു ആ ശസ്ത്രക്രിയയുടെ ദൃശ്യമാണ് വന്നിരുന്നത്. പക്ഷേ ആ വിഷയത്തിൽ ആശുപത്രി നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ആശുപത്രിയിൽ വന്നതിന് ശേഷം ഇവർ മറ്റു ചില ആശുപത്രികളിൽ പോയിട്ടുണ്ട്, അതിനാൽ അവിടെ നിന്നും തുണി കുടുങ്ങിയതായിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. ഹർഷീനയുടെ വിഷയത്തിൽ മറ്റേ ആരോഗ്യവകുപ്പ് പറഞ്ഞ ഒരു വിശദീകരണം, കത്രിക വയറ്റിലുണ്ട്, പക്ഷെ അത് എവിടെ നിന്ന് പോയതാണെന്ന് അറിയില്ല എന്നുള്ള കാര്യം. അവരാണെങ്കിൽ ആകപ്പാടെ ഒരു ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളൂ. അതിന് സമാനമായ ഒരു വിശദീകരണമാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉണ്ടായത്. ഇപ്പോഴെന്തായാലും ആശുപത്രിക്കെതിരെ കേസെടുക്കാൻ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു. കഴക്കൂട്ടം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. രതീഷ്, ഈ കേസിനൊപ്പം മറ്റെന്തെങ്കിലും നടപടികൾ കൂടി ഉണ്ടാകുമോ? ഇപ്പോൾ ഈ ആശുപത്രിയുടെ വാദം നിലനിൽക്കുന്നതല്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമാകുന്ന സാഹചര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ അവർക്ക് ശസ്ത്രക്രിയ നടത്തി തുണി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അവരനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ പ്രശ്നത്തിന് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിപ്പോൾ സാമ്പത്തികമായി അവരെ സഹായിക്കുന്ന തരത്തിലുള്ള, അവർക്ക് ഈ ശസ്ത്രക്രിയ നടത്താനും മറ്റ് ആശുപത്രികളിലേക്ക് ചികിത്സ തേടി പോകാനും ഒക്കെ വലിയ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, ചിലവുകൾ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമാണോ വേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അവരുടെ ആരോഗ്യത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പരുവത്തിനൊരു ശസ്ത്രക്രിയയാണ് അവിടെ നടന്നത്. അവരുടെ ആ ശരീരത്തിലെ മുറിവ് പഴുത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നുമാണ് ആ തുണി പുറത്തേക്ക് വലിച്ചെടുത്തത്. അപ്പോൾ ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ വീഴ്ച വരുത്തിയവർക്കെതിരെ കൃത്യമായി തന്നെയുള്ള നടപടിയും ഉണ്ടാകേണ്ടതുണ്ട്. അതിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത്. രതീഷ്, ഈ തുണി ഉൾപ്പെടെ വീണ്ടും ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കുകയാണ്. അവരുടെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടോ? മുറിവ് ഉൾപ്പെടെ ഉണങ്ങിയിട്ടുണ്ടോ? സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ? 3 മാസമാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇവർ ചികിത്സ തേടി ആശുപത്രിയിലേക്ക് എത്തുന്നത്. വയറിന് ചെറിയ വേദന ഉണ്ടായിരുന്നപ്പോൾ അതിന് ചികിത്സ തേടി ആശുപത്രിയിലേക്ക് എത്തുന്നു. ആശുപത്രിയിൽ എത്തിയ ശേഷം ഒരു ശസ്ത്രക്രിയ വേണമെന്ന് ആവശ്യപ്പെടുകയും ശസ്ത്രക്രിയയ്ക്ക് അവർ തയ്യാറാകുകയും ചെയ്തു. അതിനുശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത്. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശേഷവും സാധാരണ നിലയിൽ ഒരു ശസ്ത്രക്രിയ നടന്നാൽ അത് ഉണങ്ങാനുള്ള ഒരു സമയമുണ്ട്. അതിനുശേഷവും ഇത് ഉണങ്ങുന്നില്ല എന്നുള്ളത് കണ്ട് ശക്തമായ വയറുവേദനയും ഉണ്ടായി. അപ്പോൾ അതേ തുടർന്നാണ് വീണ്ടും ആശുപത്രിയിലേക്ക് എത്തുന്നത്. അപ്പോൾ നിസ്സംഗ മനോഭാവത്തോടെയാണ് അവർ പെരുമാറിയത് എന്നുള്ളതാണ് കുടുംബമടക്കം ഇപ്പോൾ പറയുന്നത്. പക്ഷേ ശസ്ത്രക്രിയ ആശുപത്രിയിൽ തന്നെ നടത്തിയവർ അത് പുറത്തെടുത്തു. പിന്നീട് പുറലോകം അറിയാതിരിക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഏറ്റവും ഒടുവിലാണ് ഇതൊരു വാർത്തയെങ്കിലും ആയാൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആ കുടുംബം മാതൃഭൂമി ന്യൂസിനെ സമീപിക്കുന്നത്. നമ്മുടെ പ്രതിനിധി അവിടെ നിന്നും ഈ വാർത്ത, അവരുടെ പ്രതികരണം ഉൾപ്പെടെയുള്ളതെടുത്ത് തരികയും നമ്മൾ ആ വാർത്ത നൽകുകയും ചെയ്തു. അതേ തുടർന്ന് ഇപ്പോഴെന്തായാലും കേസെടുക്കാനെങ്കിലും തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്, ഏതെല്ലാം തരത്തിലുള്ള, ഇപ്പോൾ അവരുടെ മുറിവ് ഇത് പുറത്തെടുത്തതിന് ശേഷം മുറിവ് ഉണങ്ങി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെയെങ്കിൽ പോലും കഴിഞ്ഞ 3 മാസക്കാലമായി അവർ അനുഭവിച്ച വേദനയുണ്ട്. അതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതിപ്പോൾ ഏത് തരത്തിലാകും ഉണ്ടാകുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.